ഹലോ എവരിവൺ, വെൽക്കം ടു സീക്കർ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചെയിൻ സർവേയിൽ നിന്നും മുൻപ് നടന്ന 2019 ടു 2023 വരെ നടന്നിട്ടുള്ള എക്സാംസിന്റെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യമായിട്ട് നമുക്ക് നോക്കാം. സർവേ വർക്ക് ഈസ് റെക്കോർഡഡ് ബൈ മെഷർമെന്റ്സ് ആൻഡ് സ്കെച്ചസ് ഇൻ. അതായത് നമ്മൾ സർവേ വർക്ക് ചെയ്യുന്ന സമയത്ത് മെഷർമെന്റ്സും സ്കെച്ചും എല്ലാം തന്നെ നമ്മൾ പിന്നീട് ഫ്യൂച്ചറിലേക്ക് നമുക്ക് ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്യുന്നത് എന്തിലാണ്? ഓക്കെ, സോ നമ്മുടെ ഓപ്ഷൻസ് ഫീൽഡ് നോട്ട്സ്, സർവേ ബുക്ക്, ഫീൽഡ് ബുക്ക്, ഓൾ ഓഫ് ദി അബോവ്. സോ സർവേ ഇങ്ങനെ പറയുന്ന ആ സർവേയിലായതുകൊണ്ട് തന്നെ നമുക്കറിയാം എന്താണ് ഫീൽഡ് ബുക്കാണ് അല്ലെ. ഫീൽഡ് ബുക്കിലാണ് നമ്മൾ മെയിൻ ആയിട്ട് മെഷർമെന്റ്സും റെക്കോർഡ്സും എല്ലാം സൂക്ഷിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് എറർ ഇസ് ഡ്യൂ ടു ബൾബ് റേഞ്ചിങ് ഇസ് ഓൾവേസ്. അതായത് ബൾബ് റേഞ്ചിങ് മൂലം ഉണ്ടാകുന്ന എററിന്റെ ആ ഒരു നേച്ചർ ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത്. ക്യുമുലേറ്റീവ്, ഇൻസ്ട്രുമെന്റൽ, കോമ്പൻസേറ്റീവ്, നാച്ചുറൽ. സോ നമുക്കൊരു ടേബിൾ നോക്കാം, അല്ലെങ്കിൽ നമ്മുടെ ചെയിൻ സർവേയിൽ നമ്മൾ പറയുന്ന ടോട്ടൽ എററുകളെ എല്ലാം കൂടി ഞാൻ ക്ലാസിഫൈ ചെയ്തിട്ട് ഒരു ടേബിൾ ആക്കി ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് ഇത് മനസ്സിലാവും, അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. സോ നോക്കുക, എറർ ഒന്നാമത് ഇറോണിയസ് ലെങ്ത് ഓഫ് ചെയിൻ. അതിന്റെ നേച്ചർ ക്യുമുലേറ്റീവ്, പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആണ്. ക്യുമുലേറ്റീവ് എറർ, കോമ്പൻസേറ്റിംഗ് എറർ. നമ്മൾ ചെയ്തിട്ടുള്ള ചെയിൻ സർവേയുടെ വീഡിയോയിൽ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ക്യുമുലേറ്റീവ് അല്ലെങ്കിൽ കോമ്പൻസേറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? അക്യൂമുലേറ്റ് ചെയ്യുക. അതായത് നമ്മുടെ ടോട്ടൽ മെഷർമെന്റ്സിനെ കാര്യമായി ബാധിക്കുന്ന ടൈപ്പ് ഓഫ് എറേഴ്സ് ആണ് ക്യുമുലേറ്റീവ് എറർ എന്ന് പറയുന്നത്. ആൻഡ് കോമ്പൻസേറ്റിംഗ് ആണെന്ന് വെച്ചാൽ എന്താണ്? കുഴപ്പമില്ല, വലിയ പ്രശ്നമില്ല അല്ലെ. എറർ ഉണ്ടായാലും വലിയ പ്രശ്നം ഇല്ല എന്നുള്ള എററാണ് കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറയുന്നത്. സോ ഇറോണിയസ് ലെങ്ത് ഓഫ് ചെയിൻ എന്ന് പറയുമ്പോൾ ക്യുമുലേറ്റീവ് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. Then variation in temperature, cumulative positive or negative. Then variation in full, compensating positive or negative. Then careless holding or marking, compensating positive or negative. Bulb range, cumulative positive ആണ്. അതുപോലെ തന്നെ bulb straightening, non horizontality, സാഗും എല്ലാം തന്നെ cumulative positive ആണ് എററിന്റെ നേച്ചർ. അതേസമയം നമ്മൾ ആ എററിനെ കളയുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന കറക്ഷൻ എന്ന് പറയുമ്പോൾ ഇതിന്റെ എല്ലാത്തിന്റെയും സൈൻ കറക്റ്റ്, അതായത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ബൾബ് റേഞ്ചിങ് മൂലം ഉണ്ടാകുന്ന ആ ഒരു എററിന്റെ നേച്ചർ ആണ്. സോ ബൾബ് റേഞ്ചിങ് എന്ന് പറയുമ്പോൾ ക്യുമുലേറ്റീവ് പോസിറ്റീവ് ആണ്. സോ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ക്യുമുലേറ്റീവ് എറർ. ഓക്കെ, ക്യുമുലേറ്റീവ് എറർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദി ലെങ്ത് ഓഫ് സർവേയേഴ്സ് ചെയിൻ. എന്താണ് സർവേയേഴ്സ് ചെയിൻ? അതായത് നമുക്കറിയാം ചെയിനെ ജനറലി നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് മെട്രിക് ചെയിൻ എന്നും നോൺ മെട്രിക് ചെയിൻ എന്നും രണ്ടായിട്ടാണ്. അതിൽ നോൺ മെട്രിക് ചെയിനിൽ വരുന്ന 3 ടൈപ്പുകളാണ് ജെൻഡേഴ്സ് ചെയിൻ, എഞ്ചിനീയേഴ്സ് ചെയിൻ ആൻഡ് റവന്യൂ ചെയിൻ. അതിൽ ജെൻഡേഴ്സ് ചെയിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സർവേയേഴ്സ് ചെയിൻ. ആ ഒരു ക്വസ്റ്റ്യനും മുൻപ് നടന്ന ഒരു PSC എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, സോ ജെൻഡേഴ്സ് ചെയിൻ ഇസ് ഓൾസോ നോൺ ആസ് സർവേയേഴ്സ് ചെയിൻ. അപ്പൊ നമുക്ക് നോക്കാം. ജെൻഡേഴ്സ് ചെയിൻ എന്ന് പറയുമ്പോൾ അതിന്റെ ടോട്ടൽ ലെങ്ത് 66 ഫീറ്റ്. അതുപോലെ തന്നെ 100 ലിങ്കുകളാണ് അതിലുള്ളത്. റവന്യൂ ചെയിൻ വരുമ്പോൾ 33 ഫീറ്റ് ആണ്. എന്ന് വെച്ചാൽ ജെൻഡേഴ്സ് ചെയിന്റെ നേർ പകുതിയാണ്. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഹാഫ് ജെൻഡേഴ്സ് ചെയിൻ. അതിൽ 16 ലിങ്ക്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ എഞ്ചിനീയേഴ്സ് ചെയിൻ ആണ്, 100 ഫീറ്റ് ആണ് ടോട്ടൽ ലെങ്ത്, 100 ലിങ്കും കാണും. മെട്രിക് ചെയിൻ വരുമ്പോൾ 2 ലെങ്തിൽ അവൈലബിൾ ആണ് ജനറലി. സോ 30 മീറ്റർ ആൻഡ് 20 മീറ്റർ. 30 മീറ്റർ എന്ന് പറയുമ്പോൾ 150 ലിങ്ക്സും 20 മീറ്റർ എന്ന് പറയുമ്പോൾ 100 ലിങ്ക്സും ആയിരിക്കും അതിലുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാം, ഒരു ലിങ്കിന്റെ ലെങ്ത് എല്ലായ്പ്പോഴും 20 സെന്റിമീറ്റർ ആണ് ഇൻ ദ കേസ് ഓഫ് മെട്രിക് ചെയിൻ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സർവേയേഴ്സ് ചെയിന്റെ ടോട്ടൽ ലെങ്ത് ആയിരുന്നു. സോ ജെൻഡേഴ്സ് ചെയിൻ ആണ് സർവേയേഴ്സ് ചെയിൻ. നമ്മുടെ ആൻസർ ഒരു 66 ഫീറ്റ് എന്നാണ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഫീൽഡ് ബുക്ക് ഇസ് ജനറലി യൂസ്ഡ് ഫോർ ലാർജ് സ്കെയിൽ സർവേയിങ് വിത്ത് ഡീറ്റെയിൽഡ് ഡയമെൻഷൻ വർക്ക്. ഓക്കെ, ഇത് ഒന്നിലധികം തവണ PSC എക്സാംസിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ജനറലി ഫീൽഡ് ബുക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് ഫീൽഡ് ബുക്കിനെ ജനറലി ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? സിംഗിൾ ലൈൻ ഫീൽഡ് ബുക്ക് ആൻഡ് ഡബിൾ ലൈൻ ഫീൽഡ് ബുക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ എയോ ബിയോ ആവാം അല്ലെ. അപ്പൊ നമുക്ക് രണ്ടിന്റെയും ഫീച്ചേഴ്സ് നോക്കാം. അതായത് മെയിൻ ആയിട്ടും ഫീൽഡ് ബുക്കിന്റെ സൈസ് അറിഞ്ഞിരിക്കണം. കാരണം അതെല്ലാം ഈ ഒരു ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എക്സാംസിന് നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ്. സോ സൈസ് 20 സെന്റിമീറ്റർ ബൈ 12 സെന്റിമീറ്റർ ആണ്. ദെൻ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫീൽഡ് ബുക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഡബിൾ ലൈൻ ആണ് കേട്ടോ. ഡബിൾ ലൈൻ ഫീൽഡ് ബുക്ക് ആണ്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഒരു ചെയിൻ ലൈൻ, നമ്മുടെ ഫീൽഡ് ബുക്കിലെ ഓരോ പേജിലും നമ്മൾ ഓരോ ലൈൻസ് ആണ് നമ്മൾ, ഇപ്പൊ ചെയിൻ ലൈൻ തന്നെ നമുക്കറിയാം അല്ലെ. സബ്സിഡിയറി ലൈൻസ് ഉണ്ട്, ടൈ ലൈൻസ് ഉണ്ട്, ചെക്ക് ലൈൻസ് ഉണ്ട്, മെയിൻ സർവേ ലൈൻസ് ഉണ്ട്. സോ ഇതിലെ ഓരോ ലൈൻസും ഇപ്പൊ AB എന്ന് പറഞ്ഞിട്ട് ലൈൻ ആണെങ്കിൽ ആ ഒരു ലൈൻ ആയിരിക്കും നമ്മൾ ഒരു ഫീൽഡ് ബുക്കിന്റെ ഒരു പേജിൽ കാണിക്കുന്നത്. നെക്സ്റ്റ് പേജിലായിരിക്കും അടുത്ത ലൈൻ വരുന്നത്. സോ ഏത് പേജ് ആയാലും എന്താണ് നമ്മൾ അത് തുടങ്ങുന്നത്, നമ്മൾ അതിൽ റെക്കോർഡ് ചെയ്ത് തുടങ്ങുന്നത് ബോട്ടം ടു അപ്വേർഡ്സ് ആയിരിക്കും, താഴെ നിന്ന് മുകളിലേക്ക് എന്നുള്ള രീതിയിലായിരിക്കും. അതും ചോദിച്ചിട്ടുള്ളതാണ്.
സോ സിംഗിൾ ലൈൻ ഫീൽഡ് ബുക്ക്, മറ്റൊരു പോയിന്റ്, സിംഗിൾ ലൈൻ ഫീൽഡ് ബുക്ക് ഇസ് യൂസ്ഡ് ഫോർ കമ്പാരിറ്റീവ്ലി ലാർജ് സ്കെയിൽ വർക്ക് ആൻഡ് മോസ്റ്റ് ഡീറ്റെയിൽഡ് ഡയമെൻഷൻ വർക്ക്. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ആൻസർ സിംഗിൾ ലൈൻ ഫീൽഡ് ബുക്ക് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാം. ഇപ്പൊ ഇതൊരു സിംഗിൾ ലൈൻ ഫീൽഡ് ബുക്കിന്റെ ഒരു പേജ് ആണ്, ഇത് ഡബിൾ ലൈൻ ഫീൽഡ് ബുക്കിന്റെ ഒരു പേജ് ആണ്. എന്ന് വെച്ചാൽ സെൻട്രലി നമുക്ക് ഏത് ലൈനാണോ, ഇപ്പൊ എ ബി എന്ന് പറഞ്ഞൊരു ലൈൻ, അതിനെ ഒറ്റ സിംഗിൾ ലൈൻ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ആൻഡ് ഇവിടെ എന്ന് വെച്ചാൽ ഈ ഒരു തിക്നെസ് ആണ് ആ ഒരു ലൈൻ കാണുന്നത്. എന്ന് വെച്ചാൽ രണ്ട് ലൈൻസ് കൊണ്ടാണ് നമ്മൾ ഒറ്റ ലൈനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതാണ് ഡബിൾ ലൈൻ ഫീൽഡ് ബുക്ക് എന്ന് പറയാൻ കാര്യം. നെക്സ്റ്റ്, ചെയിനേജ് ഇൻ ചെയിൻ സർവേ മീൻസ്. എന്താണ് ചെയിനേജ്? ചെയിനേജ് എന്ന് വെച്ചാൽ നമുക്കറിയാം, ചെയിൻ സർവേയിൽ നമ്മൾ രണ്ട് രീതിയിൽ മെഷർമെന്റ്സ് പറയുന്നത് ചെയിനേജും ഓഫ്സെറ്റ്സും അല്ലെ. അപ്പോൾ ചെയിനേജ് എന്ന് വെച്ചാൽ എന്താണ്? അപ്പോൾ ഇതിൽ 4 ഓപ്ഷൻസ് ഉണ്ട്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻഡ് സ്റ്റേഷൻസ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ദി ഒബ്ജക്ട് ഫ്രം ദി ചെയിൻ ലൈൻ, any distance measured by chain and field, the distance of the object along the chain line from the zero end of the chain. So നമുക്ക് ഈ ഒരു പേജ് ഒന്നുകൂടി നോക്കാം. അതായത് ഇവ ഫസ്റ്റ് ഫിഗർ ആയാലും സെക്കൻഡ് ഫിഗർ ആയാലും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഈ ഒരു ലൈൻ എലോങ് ആയിട്ട് കുറച്ച് മെഷർമെന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 7.5, 15, 20, 35, 40. അതുപോലെ തന്നെ സൈഡിലേക്ക് ഇവിടെ 12 ഉണ്ട്, ഇവിടെ 15 ഉണ്ട്, ഇവിടെ 18 ഉണ്ട് അല്ലെ. ഇപ്പുറത്തെ സൈഡിൽ 9.5, 10.5 ഇതുപോലെ കുറച്ച് മെഷർമെന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ലൈനാണ് നമ്മൾ സർവേ ചെയ്യുന്ന ലൈൻ. സോ ഈ ലൈനിന്റെ രണ്ട് സൈഡിലും വരുന്ന മെഷർമെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓഫ്സെറ്റ്സ് എന്ന് പറയുന്നത്. അതേസമയം ഈ ഒരു ചെയിൻ ലൈനിൽ ലോങ് ആയിട്ട് എഴുതിയിരിക്കുന്ന ഈ ഒരു മെഷർമെന്റ്സിനെ വിളിക്കുന്ന പേരാണ് ചെയിനേജ് എന്ന് പറയുന്നത്. ആൻഡ് ആ ചെയിനേജിന്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ നമ്മൾ മെഷർ ചെയ്യുന്നത് ഈ ഒരു സീറോ എൻഡിൽ നിന്നായിരിക്കും. അതായത് എ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു ലൈനിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഈ എയിൽ നിന്നുള്ള ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് 7.5, എയിൽ നിന്നും ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് 15. ഓക്കെ, അങ്ങനെ എപ്പോഴും എൻഡ് അല്ലെങ്കിൽ സീറോ എൻഡിൽ നിന്നാണ് മെഷർ ചെയ്യുന്നത്. സോ നമ്മുടെ ആൻസർ വരുന്നത് എന്താണ്? ചെയിനേജ് ഇൻ ചെയിൻ സർവേ ഈസ് ദി ഡിസ്റ്റൻസ് ഓഫ് ദി ഒബ്ജക്ട് അലോങ് ദി ചെയിൻ ലൈൻ ഫ്രം സീറോ എൻഡ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ലൈൻ ടു ബി മെഷർഡ് ആക്യുറേറ്റ്ലി ഇൻ എ ചെയിൻ സർവേ ഈസ്. അതായത് ഒരു ചെയിൻ സർവേയിൽ നമ്മൾ വളരെ ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യേണ്ട ലൈൻ ഏതാണ്? നമ്മൾ മെയിൻ ആയിട്ടും ഒരു ബൗണ്ടറി നമ്മൾ വരച്ചു കഴിഞ്ഞാൽ, ഒരു ചെയിൻ സർവേയിൽ ഒരു ബൗണ്ടറി വരച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് അതിന്റെ ഓരോ ബൗണ്ടറി സ്റ്റേഷൻസും മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ടോട്ടലി മാർക്ക് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ടോട്ടൽ പ്ലോട്ടിനെ ഏകദേശം 2 ഈക്വലി വരുന്ന രീതിയിൽ വിഭജിക്കുക. അപ്പോൾ ഈ വിഭജിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു ലൈനെ വിളിക്കുന്ന പേരാണ് ബേസ് ലൈൻ എന്ന് പറയും. ഓക്കെ, ബേസ് ലൈൻ. ആൻഡ് ആ ഒരു ബേസ് ലൈനിൽ നിന്നാണ് നമ്മൾ ബാക്കി ഇതിനെ പല പല ട്രയാങ്കിൾസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ ആദ്യമായിട്ട് വരയ്ക്കുന്ന ലൈൻ ബേസ് ലൈൻ ആണ്. സോ അതാണ് നമ്മൾ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ വരയ്ക്കേണ്ട ലൈൻ. ഓക്കെ, അതായത് ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, ഈ ഒരു എ മുതൽ ഡി വരെയുള്ള ഈ ലൈനാണ് ബേസ് ലൈൻ എന്ന് പറയുന്നത്. അത് വരച്ചതിന് ശേഷമാണ് ബാക്കി എല്ലാ ലൈൻസും നമ്മൾ വരയ്ക്കേണ്ടത്. സോ ബേസ് ലൈൻ നമ്മൾ വളരെ ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യേണ്ടിയിരിക്കുന്നു. ഓക്കെ, സോ ബേസ് ലൈൻ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, TIN സ്റ്റാൻഡ്സ് ഫോർ. ഇതും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. TIN എന്ന് വെച്ചാൽ ട്രയാങ്കുലേറ്റഡ് ഇറഗുലർ നെറ്റ്വർക്ക് എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലൈൻ റേഞ്ചർ ഈസ് യൂസ്ഡ് വെൻ. എപ്പോഴാണ് നമ്മൾ ലൈൻ റേഞ്ചർ യൂസ് ചെയ്യുന്നത്? ലൈൻ റേഞ്ചർ എന്ന പേരിൽ തന്നെ നിങ്ങൾക്ക് കാണാം റേഞ്ചർ അല്ലെ. സോ റേഞ്ചിങ്ങിന്റെ കേസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് മെയിൻലി ഇവിടെ നോക്കുക, നമ്മൾ മെയിൻ ആയിട്ട് എന്താണ് റേഞ്ചിങ് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് എൻഡ് സ്റ്റേഷൻസ് മ്യൂച്വലി വിസിബിൾ, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു എൻഡ് സ്റ്റേഷൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചെയിൻ ലൈനേക്കാൾ ചെയിനിന്റെ ലെങ്തിനേക്കാൾ ഓവറായിട്ട് വരികയാണെങ്കിൽ അതിനിടയിലായിട്ട് ഇതുപോലെ സി എന്ന് പറഞ്ഞൊരു പോയിന്റിൽ ഇന്റർമീഡിയറ്റ് ആയിട്ടൊരു പോയിന്റ് ഫിക്സ് ചെയ്യുക. എന്ന് വെച്ചാൽ ഈ ഒരു റേഞ്ചിങ് റോഡിനും ഈ ഒരു റേഞ്ചിങ് റോഡിനും കറക്റ്റ് നേരെ അല്ലെ, നേരെ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു റേഞ്ചിങ് റോഡ് നമുക്ക് ഇവിടെ വെച്ചിട്ട് നമ്മളൊരു സ്റ്റേഷൻ, അനദർ സ്റ്റേഷൻ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് സ്റ്റേഷൻ മാർക്ക് ചെയ്യണം. സോ ഈ ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേഷൻ മാർക്ക് ചെയ്യാൻ നമ്മൾ ചില സിറ്റുവേഷൻസിൽ അനദർ റേഞ്ചിങ് റോഡ് യൂസ് ചെയ്യുന്നു. അപ്പോൾ മറ്റൊരു റേഞ്ചിങ് റോഡാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരാളും കൂടി അവിടെ വേണം. ഓക്കെ, 2 പേരാണ് മെയിൻ ആയിട്ട് അവിടെ വേണ്ടത്, 2 ആളുകൾ വേണ്ടി വരും. പക്ഷെ നമ്മൾ ഇന്റർമീഡിയറ്റ് ആയിട്ട് സ്റ്റേഷൻ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈൻ റേഞ്ചർ എന്ന് പറയുന്ന ഒരു റിഫ്ലക്റ്റിംഗ് ഇൻസ്ട്രുമെന്റ്, അതായത് റിഫ്ലക്റ്റിംഗ് ഇൻസ്ട്രുമെന്റ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതാണ് ആ ഒരു ലൈൻ റേഞ്ചറിന്റെ ഫിഗർ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രിൻസിപ്പിൾ ഒന്നുമില്ല, ലൈറ്റിന്റെ റിഫ്ലക്ഷൻ വഴിയായിട്ട് നമ്മൾ ഈ ഒരു ഇൻസ്ട്രുമെന്റിനെ എടുത്തിട്ട് ഈ സെന്ററിൽ വെച്ച് കഴിഞ്ഞാൽ നോക്കുക, ഈ ഒരു ഫിഗർ നോക്കുക, എന്താണ് നേരെ നോക്കുന്ന ആളിന്
ഇങ്ങോട്ടേക്കുള്ള റേഞ്ചിങ് റോഡും ഒരേ സമയം തന്നെ മിററിൽ കാണാൻ പറ്റും. രണ്ട് ഐസോസിലസ് പ്രിസം ആണ് ഉള്ളിലിരിക്കുന്ന മിറർ എന്ന് പറയുന്നത്. സോ അതിലൂടെ ഈ രണ്ട് റേഞ്ചിങ് റോഡും കാണാൻ പറ്റും. സോ ആ രണ്ട് റേഞ്ചിങ് റോഡും കാണാൻ പറ്റുന്ന രീതിയിൽ മീൻസ് നമ്മൾ ഈ ഒരു ലൈൻ റേഞ്ചർ കറക്റ്റ് നേരെ വെക്കുന്ന അനുസരിച്ചിട്ടാണ് അത് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് ഒരാൾ മാത്രം മതിയാവും ആൻഡ് എന്താണ് ഒരു ലൈൻ റേഞ്ചർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഓപ്ഷൻ നോക്കാം. The line is short, the end of the line are not visible, there is obstruction, the line is too long. എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുക? അതെ, ലൈൻ ഇസ് ടു ലോങ് എന്ന് പറയുന്ന കേസിലാണ് അല്ലെ. ലൈൻ ഓവർ ആയിട്ട് വരുമ്പോൾ ഇന്റർമീഡിയറ്റ് പോയിന്റിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ റേഞ്ചിങ് റോഡ് ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ലൈൻ റേഞ്ചർ യൂസ്. അടുത്ത ക്വസ്റ്റ്യൻ, ദി ലാറ്ററൽ മെഷർമെന്റ് ടേക്കൺ അറ്റ് റൈറ്റ് ആംഗിൾസ് ടു സർവേ ലൈൻ ഇസ് കോൾഡ്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതാണ് ലാറ്ററൽ മെഷർമെന്റ്സ്. അതായത് നമ്മളൊരു ഫീൽഡ് ബുക്ക് നേരത്തെ കണ്ടു അല്ലെ. നമ്മൾ ആദ്യമേ ഒരു ഫീൽഡ് ബുക്ക് കണ്ടു. ഈ ഫീൽഡ് ബുക്കിന് ഈ ഒരു ലൈനിന് എലോങ് ആയിട്ട് മെഷർമെന്റ് എടുക്കുന്നതിന് അല്ലെങ്കിൽ ഈ ഒരു മെഷർമെന്റ്സിനെ വിളിക്കുന്നവരാണ് ചെയിനേജ് എന്ന് പറയുന്നത്. ഇതിന് രണ്ട് സൈഡിലേക്കും, അതാണ് ലാറ്ററൽ ഡയറക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ലാറ്ററൽ മെഷർമെന്റിനെ വിളിക്കുന്ന പേര് എന്താണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോ ലാറ്ററൽ മെഷർമെന്റ് എന്ന് പറയുമ്പോൾ ഓഫ്സെറ്റ്സ് ആണ് അല്ലെ. ഇവിടെ രണ്ട് ടൈപ്പുള്ള ഓഫ്സെറ്റ്സ് കണ്ടിട്ടുണ്ട്, പെർപെൻഡിക്കുലർ ഓഫ്സെറ്റും ഒബ്ലിക് ഓഫ്സെറ്റും. അപ്പൊ നമുക്കൊരു ഫിഗർ നോക്കാം. ഈ ഒരു ഫിഗറിൽ ഇതാണ് നമ്മുടെ എ ബി എന്ന് പറഞ്ഞ ചെയിൻ ലൈൻ ആണെങ്കിൽ അതിന്റെ ഈ ഒരു സൈഡിൽ കാണിച്ചിട്ടുണ്ട് പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ് എന്താണ്, ഒബ്ലിക് ഓഫ്സെറ്റ് എന്താണ്. അതായത് ഇതൊരു ഒബ്ജക്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ആണെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ബിൽഡിംഗിലേക്കുള്ള നേരെ റൈറ്റ് ആംഗിൾ ആയിട്ടുള്ള മെഷർമെന്റ് അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ്. ആൻഡ് റൈറ്റ് ആംഗിൾ അല്ലാത്ത അതർ ദാൻ 90 ഡിഗ്രി അതാണ് ഒബ്ലിക് ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ലാറ്ററൽ മെഷർമെന്റ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദി സർവേ ലൈൻ എന്നാണ്. സോ നമ്മുടെ ഓപ്ഷൻ എന്താണ്, ആൻസർ എന്താണ്, പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ ദി ഫ്ലെക്സിബിലിറ്റി ഓഫ് ചെയിനിന്റെ ഫ്ലെക്സിബിലിറ്റിയെ സഹായിക്കുന്നത് അല്ലെ. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ, ലിങ്ക്സ് ആർ മെയ്ഡ് അപ്പ് വിത്ത് മൈൽഡ് സ്റ്റീൽ വയർ ഓഫ് 4 mm. ഹാൻഡിൽസ് ആർ ഫിൽഡ് വിത്ത് end with a single joint. Links are connected together by means of 3 circular rings. None of this. ആക്ച്വലി ചെയിൻ സർവേ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ചെയിനിന്റെ ആ ഒരു എന്താണ് ഒരു ടോട്ടൽ സ്ട്രക്ചർ നമ്മൾ പഠിക്കാറുണ്ട്. സോ ഇത് 3 സെന്റൻസുകളും കറക്റ്റ് ആണ്. പക്ഷേ എന്താണ് ചെയിനെ സംബന്ധിച്ചിടത്തോളം കറക്റ്റ് സെന്റൻസുകളാണ്. ചെയിൻ കമ്പോസ്ഡ് ഓഫ് എന്താണ് ഗാൽവനൈസ്ഡ് മൈൽഡ് സ്റ്റീൽ വയർ അല്ലെ, 4 mm ഡയമീറ്റർ ആണ്, കറക്റ്റ് ആണ്. ഹാൻഡിൽസ് ആർ പ്രൊവൈഡ് വിത്ത് സിവൽ ജോയിന്റ്. ലിങ്ക്സ് ആർ കണക്റ്റഡ് ടുഗദർ ബൈ മീൻസ് ഓഫ് 3 സർക്കുലർ ഷേപ്പ് റിംഗ്. പക്ഷേ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ചെയിനിന് ഫ്ലെക്സിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ് ഫ്ലെക്സിബിൾ ആക്കുന്നത്, മോർ ഫ്ലെക്സിബിൾ ആക്കുന്നത് ഈ ഒരു 3 സർക്കുലർ റിംഗ്സ് ആണ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നോക്കാം, ഇതാണ് ഒരു ലിങ്ക് എന്ന് പറയുന്നത് അല്ലെ, ഇതും ഒരു ലിങ്ക് ആണ്. സോ ലിങ്കുകളെ തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഇവിടെ കൊടുക്കുന്നതാണ് 3 സർക്കുലർ റിംഗ്സ്. സോ ഇതുള്ളതുകൊണ്ടാണ് നമുക്ക് ഇതിനെ ഈ ഒരു ചെയിനെ ടോട്ടൽ 30 മീറ്റർ അല്ലെങ്കിൽ 20 മീറ്റർ ഉള്ള ഒരു ചെയിനെ മടക്കി അല്ലെ ഫോൾഡ് ചെയ്ത് നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നത്. അതാണ് ഫ്ലെക്സിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മുടെ ഓപ്ഷൻ വരുന്നത് സി ആണ് ഓപ്ഷൻ, കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, IS കോഡ് ഫോർ മെട്രിക് സർവേയിങ് ചെയിൻ. ഇപ്പോൾ ഈ അടുത്ത് കഴിഞ്ഞ ഒരു എക്സാമിന് ചോദിച്ചതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള കോഡ് IS 1492-1920 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ടെമ്പറേച്ചർ വേരിയേഷൻ ഓഫ് ഡാഷ് എറർ ഇൻ സർവേയിങ്. സർവേയിങ്ങിലെ ടെമ്പറേച്ചർ വേരിയേഷൻ എന്ന് പറയുന്നത് ഏത് ടൈപ്പ് എറർ ആണ്? ഓക്കെ, അപ്പൊ നമുക്കത് നോക്കാം. ഏതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, വേരിയേഷൻ ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് പോസിറ്റീവ് ഓർ ക്യുമുലേറ്റീവ് നെഗറ്റീവ് ആണ്. ഓക്കെ, ക്യുമുലേറ്റീവ് എറർ ആണ്. എന്താണ് ക്യുമുലേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്, ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ ചെയിനിന്റെ ലെങ്തും കൂടുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന മെഷർമെന്റ്സ് കുറവായിരിക്കും. അപ്പൊ അതനുസരിച്ചിട്ട് ആ ഒരു മെഷർമെന്റ്സ് മാറും. അതുപോലെ ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മുടെ ചെയിൻ കോൺട്രാക്ട് ചെയ്യുന്നു, ലെങ്ത് കുറയുന്നു. ആ ഒരു രീതിയിലാണെങ്കിൽ ക്യുമുലേഷൻ, അതായത് എററിന്റെ അക്യുമുലേഷൻ സംഭവിക്കുന്നു. ഓക്കെ, സോ ക്യുമുലേറ്റീവ് എറർ ആണ് ടെമ്പറേച്ചർ വേരിയേഷൻ മൂലം ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി സൈസ് ഓഫ് ഫീൽഡ് ബുക്ക് ഇൻ സെന്റിമീറ്റർ. ഓൾറെഡി നമ്മളിത് പറഞ്ഞായിരുന്നു അല്ലെ, 20 by 12 സെന്റിമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ലിങ്ക്സ് ആർ ഇൻ എ ഗണ്ടേഴ്സ് ചെയിൻ. ഗണ്ടേഴ്സ് ചെയിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞതാണ്. മീൻസ് അതിന്റെ ടോട്ടൽ ലെങ്ത് ആൻഡ് അതിന് എത്ര നമ്പർ ഓഫ് ലിങ്ക്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. സോ 66 ഫീറ്റ് ആണ് നമ്മുടെ ഗണ്ടേഴ്സ് ചെയിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്, 66 ഫീറ്റ്. ഓക്കെ, അപ്പൊ ഈ ഒരു 66 ഫീറ്റ് എത്ര നമ്പർ ഓഫ് ലിങ്ക്സ് ഉണ്ട്, 100 ലിങ്ക്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. സോ എത്ര വരും, 100 ലിങ്ക്സ് ആണുള്ളത്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഒരു ലിങ്കിന്റെ ലെങ്ത് വരുന്നത് 66 ഇൻസ്
66 ഫീറ്റും 100 ലിങ്ക്സും വരുമ്പോൾ ഒരു ലിങ്കിന്റെ ലെങ്ത് 0.66 ഫീറ്റും വരും. അതും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. For highest precision work, the baseline measurement is done with. നമുക്കറിയാം ചെയിൻ സർവേയിൽ ബേസ് ലൈൻ ആണ് ഏറ്റവും പ്രിസൈസോടുകൂടി നമ്മൾ മെഷർ ചെയ്യേണ്ട ലൈൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏത് ടൈപ്പ് ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യാം ഹൈ പ്രിസിഷന് വേണ്ടിയിട്ട്? നമുക്ക് നോക്കാം. മെട്രിക് ചെയിൻ വന്നിട്ടുണ്ട്, സ്റ്റീൽ ടൈപ്പ്, ഇൻവാർ ടൈപ്പ്, മെറ്റാലിക് ടൈപ്പ്. ഓക്കെ, അപ്പം നമുക്ക് ഞാൻ ഓൾറെഡി ഒരു ക്ലാസ് ചെയ്തിട്ടുള്ളതാണ് അതിന്. അതായത് ചെയിനും ടൈപ്പും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മോസ്റ്റ് ആക്യുറേറ്റ് എന്ന് പറയുന്നത് ടൈപ്പാണ് അല്ലെ. പക്ഷെ ടൈപ്സ് ഓഫ് ടൈപ്പ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് തന്നെ പല തരത്തിലുള്ളതുണ്ട്. മെറ്റാലിക് ടൈപ്പ് അല്ലെ, ഗ്ലാസ് ഫൈബർ ടൈപ്പ്, അങ്ങനെ പല ലിനൻ ടൈപ്പ്, അങ്ങനെ പല ടൈപ്പ് ഓഫ് ടൈപ്സ് ഉണ്ട്. അതിൽ ഏറ്റവും മോസ്റ്റ് ആക്യുറേറ്റ് എന്ന് പറയുന്നത് ഇൻവാർ ടൈപ്പ് ആണ് അല്ലെ. അതിന്റെ കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ വളരെ കുറവാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ നേരത്തെ ആയിട്ടുള്ള വീഡിയോ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ ഇൻവാർ ടൈപ്പ് ആണ് ഹയസ്റ്റ് പ്രിസിഷനോട് കൂടിയിട്ടുള്ള ടൈപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഷുഡ് ബി ദ ലിമിറ്റ് ഓഫ് ഓവറോൾ ലെങ്ത് ഓഫ് 30 മീറ്റർ ചെയിൻ? അതായത് ലിമിറ്റ് ഓഫ് ഓവറോൾ ലെങ്ത് എന്ന് വെച്ചാൽ അതിന് ഒരു 30 മീറ്റർ ചെയിൻ ഉണ്ടാവാൻ പറ്റുന്ന, അതായത് പോസിബിൾ ആയിട്ടുള്ള പെർമിസിബിൾ എറർ, അതായത് കുറച്ചൊക്കെ എറർ ആവാം അല്ലെ, അതിന്റെ ആ ഒരു ലിമിറ്റ് എത്രയാണ്? അതാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ മീനിങ് എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കാം. 20 മീറ്റർ ഉണ്ട്, 30 മീറ്റർ ചെയിൻ ഉണ്ട്. സോ രണ്ടിന്റെയും നോക്കാം. 20 മീറ്റർ ചെയിൻ ആണെങ്കിൽ പെർമിസിബിൾ എറർ +or - 5 എന്ന് വെച്ചാൽ +5 കൂടുകയോ 5 കുറയുകയോ ആവാം. അതുപോലെ 30 മീറ്റർ ചെയിൻ ആണെങ്കിൽ +or - 8 mm. സോ നമ്മുടെ ആൻസർ എന്ത് വരും? B +or - 8 mm for 20 meter chain. Next question. Which one of the following is an example of vision obstructed and chaining free type? അതായത് വിഷനെ ഒബ്സ്ട്രക്ട് ചെയ്യുന്ന എന്തോ ഒരു ഒബ്സ്ട്രക്ഷൻ, ബട്ട് അതെന്താണ്? ചെയിനിങ്ങിന് കുഴപ്പമൊന്നുമില്ല. സോ അതെന്താണെന്ന് നമുക്ക് നോക്കാം അല്ലെ. അപ്പോൾ അതിന് കുറച്ചൊരു 3 കേസുകളാണ് ആക്ച്വലി ഒരു ഒബ്സ്ട്രക്ഷന്റെ കേസിൽ വരുന്നത്. വേരിയസ് ഒബ്സ്റ്റാക്കിൾസ്. ഒന്നാമത്തത് ഒബ്സ്റ്റാക്കിൾ ടു വിഷൻ ആൻഡ് റേഞ്ചിങ് ബട്ട് നോട്ട് ചെയിനിങ്, പിന്നെ ഒബ്സ്റ്റാക്കിൾ ടു ചെയിനിങ് ബട്ട് നോട്ട് റേഞ്ചിങ്, ദെൻ ഒബ്സ്റ്റാക്കിൾ ടു ബോത്ത് ചെയിനിങ് ആൻഡ് റേഞ്ചിങ്. അപ്പൊ ഒന്നാമത്തെ കേസിൽ ഒബ്സ്റ്റാക്കിൾ ടു വിഷൻ ആൻഡ് റേഞ്ചിങ്, അതായത് റേഞ്ചിങ്ങും വിഷനും ഡയറക്ട്ലി റിലേറ്റഡ് ആണ് അല്ലെ, നമുക്ക് കാണാൻ പറ്റണം. സോ നമുക്ക് കാണാൻ പറ്റത്തില്ല, പക്ഷെ ചെയിനിങ് പോസിബിൾ ആണ്. അതായത് 2 എൻഡ് പോയിന്റ്സ്, ഇപ്പൊ ഒരു ലൈൻ, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഇത് എയും അതുപോലെ തന്നെ ഇവിടെ ബിയും ആണെന്ന് വിചാരിക്കുക. ആൻഡ് ഈ എയിൽ ഒരാൾ നിന്ന് കഴിഞ്ഞാൽ ബിയിൽ നിൽക്കുന്ന ആളിന്, അല്ലെങ്കിൽ ബി എന്ന് പറഞ്ഞാൽ എയിൽ ഒരാൾ നിൽക്കുന്ന ആളിന് ബിയിലുള്ള പോയിന്റ്, ബി എന്ന് പറഞ്ഞ പോയിന്റ് കാണാൻ പറ്റണം അല്ലെ. പക്ഷെ കാണാൻ പറ്റുന്നില്ല. പക്ഷെ നമുക്ക് എന്താണ്, ചെയിൻ വെച്ചിട്ട് ഈ ഒരു ലെങ്ത് അളക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഏത് ടൈപ്പ് ഒബ്സ്റ്റാക്കിൾ ആണ് അവിടെ ഉള്ളത്? ഏതാണ്? ഹില്ലാണ് അല്ലെ. അതായത് ഒരു ഹില്ലായിട്ടുള്ള റീജിയൻ ആണെങ്കിൽ, ഈ ഒരു ഹില്ല് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന ആളിന് അപ്പുറത്തെ സൈഡ് കാണാൻ പറ്റില്ല. പക്ഷെ ഇവിടെ കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയിനിങ് നടത്താൻ പറ്റും. അതാണ് അതിന്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത് നോക്കാം. ഒബ്സ്റ്റാക്കിൾ ടു ചെയിനിങ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമുക്ക് അപ്പുറം ഇപ്പുറം കാണാൻ പറ്റും 2 പോയിന്റ്സ്. അതെങ്ങനെയാണ്? പോണ്ട് അല്ലെ. ഒരു വാട്ടർ ബോഡി അല്ലെങ്കിൽ ഒരു ജലാശയമാണെങ്കിൽ ജലാശയത്തിന്റെ അപ്പുറം ഇപ്പുറം നിന്ന് കഴിഞ്ഞാൽ, 2 കരകളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, പക്ഷെ നമുക്ക് അതിലൂടെ ചെയിനിങ് ചെയ്യാൻ സാധിക്കും. അടുത്ത ഒബ്സ്റ്റാക്കിൾ ടു ബോത്ത് ചെയിനിങ് ആൻഡ് റേഞ്ചിങ്. അതിന് എക്സാമ്പിൾ ആണ് ബിൽഡിംഗ്. ഒരു ബിൽഡിംഗിൽ നിന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് റേഞ്ചിങ്ങും പോസിബിൾ അല്ല, ചെയിനിങ്ങും പോസിബിൾ അല്ല. നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് എക്സാമ്പിൾ ഓഫ് വിഷൻ ഒബ്സ്ട്രക്റ്റഡ്? വിഷൻ പറ്റില്ല ആൻഡ് ചെയിനിങ് ഫ്രീ, ചെയിനിങ് പറ്റും. ഏതാണ്? ബിൽഡിംഗ്, റൈസിംഗ് ഗ്രൗണ്ട്, പോണ്ട്, റിവർ. നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ ഹില്ലാണ് എന്ന് വെച്ചാൽ റൈസിംഗ് ഗ്രൗണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ആംഗിൾ ഓഫ് സ്ലോപ്പിംഗ് ഗ്രൗണ്ട് ഇൻ ചെയിൻ സർവേയിങ് ഇസ് ടേക്കൺ വിത്ത്. ചെയിൻ സർവേയിങ്ങിൽ നമുക്ക് സ്ലോപ്ഡ് ഗ്രൗണ്ടിന്റെ ആ ഒരു സ്ലോപ്പ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിനോമീറ്റർ യൂസ് ചെയ്യാൻ പറ്റും, അബ്നി ലെവൽ യൂസ് ചെയ്യാൻ പറ്റും, തിയോഡലൈറ്റ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. 3 ആംഗിൾ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. സോ ഓൾ ഓഫ് ദി അബോവ് ആണ് ആൻസർ. ഓക്കെ, ആ ഒരു PSC എക്സാമിന്റെ ടൈമിൽ കുറെ പേരൊക്കെ കിലോമീറ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ PSC ഫൈനൽ ആൻസർക്ക് വന്നപ്പോൾ ഓൾ ഓഫ് ദി അബോവ് ആയിരുന്നു ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The accuracy of the whole of the details in a survey work depends upon the straightness and accuracy of the. അതായത് സർവേ വർക്കിന്റെ സ്ട്രെയിറ്റ്നെസ്സും ആക്യുറസിയും ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതായത് ഹോൾ ഓഫ് ദി ഡീറ്റെയിൽസ് ആണ്. അതായത് മൊത്തത്തിലുള്ള സർവേ വർക്കിന്റെ ആക്യുറസി നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? എങ്ങനെയാണ് നോക്കുക? അതായത് ഇവിടെ നമുക്ക് പല ടൈപ്പ് ഓഫ് ലൈൻസ് ഉണ്ട് അല്ലെ. ബേസ് ലൈൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, മോസ്റ്റ് പ്രിസിഷനോട് കൂടി നമ്മൾ വരയ്ക്കണം. ആൻഡ് അതിൽ നിന്നാണ് നമ്മൾ കംപ്ലീറ്റ് സർവേയും ചെയ്യുന്നത്, അല്ലെങ്കിൽ ട്രയാങ്കുലേഷനും ഒക്കെ ചെയ്യുന്നത്. ഫൈനലി ഇതിന്റെ ഒരു ആക്യുറസി നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലൈനാണ് ചെക്ക് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് വിൽ ഓൾവേസ് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ വരച്ചിട്ട് ആ ഒരു തിയറം എല്ലാം യൂസ് ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നു. സോ ചെക്ക് ലൈൻ ആണ് ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലൈൻ. നെക്സ്റ്റ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ചെയിൻ സർവേയിങ് എ ടൈ ലൈൻ ഈസ് പ്രൊവൈഡ്. ടൈ ലൈൻ എന്തിനു വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു? ടൈ ലൈൻ. ഓക്കെ, ടൈ ലൈനിന്റെ T ഓർക്കുക. എന്തിനു വേണ്ടിയിട്ടാണെന്ന് നമുക്ക് നോക്കാം.
എന്തിനു വേണ്ടിയിട്ടാണ്? ടു ചെക്ക് ദി ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂഷ്വലായിട്ട് ഉപയോഗിക്കുന്ന ചെക്ക് ലൈൻ ആണ് ടു ടേക്ക് ഓഫ്സെറ്റ്സ് എടുക്കാം, പക്ഷേ ടു അവോയ്ഡ് ലോങ് ഓഫ്സെറ്റ് ഫ്രം ചെയിൻ ലൈൻ, അതായത് ടു ഇൻക്രീസ് ദി നമ്പർ ഓഫ് ചെയിൻ ലൈൻസ് അതല്ല, പിന്നെന്താണ് ഇത് രണ്ടും ആവാം അല്ലെ. അതായത് ടൈ ലൈൻ എന്ന് പറയുന്നത് ഓഫ്സെറ്റ് റിലേറ്റഡ് ആണ്, എന്ന് വെച്ചാൽ ലോങ് ഓഫ്സെറ്റുകളെ അവോയ്ഡ് ചെയ്യുക. അതാണ് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ. സി ആണ് ആൻസർ ആയിട്ട് വരിക. അപ്പം ഓഫ്സെറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ ഒരു ലൈനിൽ നിന്നും ലാറ്ററലി വരയ്ക്കുന്നതാണ്. സോ ടൈ ലൈൻ എന്ന് പറയുമ്പോൾ ഈ ഒരു പെർപെൻഡിക്കുലാരിറ്റി നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് മെയിൻലി നമ്മൾ ഈ ഒരു പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന്, എപ്പോഴും കാണുന്ന ഒരു പാറ്റേണിൽ നിന്നും കുറച്ചെങ്കിലും വ്യത്യാസമായിട്ട് ഫീൽ ചെയ്തെന്ന് വിചാരിക്കുന്നു. സോ എല്ലാവരും നോക്കുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ പറയുക. സോ എല്ലാവരും മാക്സിമം എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. സോ താങ്ക് യു.